അവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനം ഇയാളെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തി ഭരണം പിടിക്കാം എന്നുള്ളതാണ്. അപ്പം അയാൾ അങ്ങ് രാജിവെക്കുമല്ലോ. രാജിവെച്ച് കഴിഞ്ഞാൽ നിയമസഭ അങ്ങ് പിരിച്ചുവിടും. പിന്നെ പ്രസിഡന്റ് ഭരണം നടത്തും. പിന്നെ ഉള്ള തോന്നിവാസങ്ങളെല്ലാം ഇലക്ഷൻ വരെ കാണിക്കാം. സുഖമാണ്. കാരണം പ്രസിഡന്റ് എന്ന് പറയുന്ന ആളൊക്കെ വളരെ നിഷ്പക്ഷപാതിയായിരിക്കുമല്ലോ. ആ രീതിയിൽ വളരെ എളുപ്പമാണ് അധികാരം പിടിച്ചെടുക്കാം എന്നുള്ള ഒരു താല്പര്യത്തോടുകൂടി തുടങ്ങിയതാണ്. പക്ഷെ അയാൾ പറഞ്ഞ് ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കുന്നു പറഞ്ഞു. ശരിയാണ്, അയാൾക്ക് ഭരിക്കുന്നതിന് ഒരു വെത്തപ്പാടുമില്ല. അതിനകത്തൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു വകുപ്പ് മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ ആ വകുപ്പിലെ ഫയലുകളെല്ലാം ഒപ്പിടുക, അതൊക്കെ പരിശോധിക്കുക, അതിലെ പ്രശ്നങ്ങളൊക്കെ നോക്കുക എന്നുള്ള ബാധ്യത അയാൾക്കുണ്ട്. പക്ഷേ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ യുവമാരെക്കാളിയൊക്കെ ബുദ്ധിയുള്ളവരായതുകൊണ്ട്, മിടുക്കനായതുകൊണ്ട്, അയാൾ IIT നിന്ന് പാസ്സായിട്ടുള്ള ആളായതുകൊണ്ട്, അയാൾക്ക് ബോധം കൂടുതലുള്ളതുകൊണ്ട് അയാൾ ചെയ്ത് എന്താണെന്നറിയോ, ഒരു വകുപ്പിൻ്റെയും ചുമതലയാക്കില്ല. അയാൾ വെറും മുഖ്യമന്ത്രി മാത്രമാണ്. മറ്റ് മന്ത്രിമാരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ മന്ത്രിമാരെ കൺട്രോൾ ചെയ്താൽ മാത്രം മതി, നിയന്ത്രിച്ചാൽ മാത്രം മതി, അവരുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നുള്ളത് കൊണ്ട്, ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന് ജയിലിൽ ഇരുന്നുകൊണ്ട് സുഖമായിട്ട് ഭരിക്കാം, ഒരു പ്രശ്നവുമില്ല. പിന്നെ ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കാൻ പാടില്ല എന്ന് പറയാനൊക്കത്തില്ല. കാരണം ഇപ്പോൾ ഒരാളെ ഒരു ക്രിമിനൽ ഒഫൻസിന് കൺവിക്റ്റ് ചെയ്യപ്പെട്ട ഒരാളാണെങ്കിൽ ആ കൺവിക്ഷൻ സ്റ്റേ ചെയ്താൽ അയാൾക്ക് ഭരിക്കാം, വീണ്ടും ഭരിക്കാം, മന്ത്രിയാവാം, എല്ലാം ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതായത് സെൻറ്റൻസ് സസ്പെൻഡ് ചെയ്തുകൊണ്ടായില്ല, കൺവിക്ഷനും സസ്പെൻഡ് ചെയ്യണം. ആ രീതി വരണം. കൺവിക്ഷൻ ആൻഡ് സെൻറ്റൻസ് രണ്ടും സസ്പെൻഡ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ അതിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം ഇവിടെ അന്വേഷണം നടക്കുന്നേ ഉള്ളൊരു കേസിൻ്റെ. അത് ഇയാൾ അതിൽ ഉണ്ടോ, പ്രതിയാണോ ഇല്ലയോ എന്ന് പോലും പുറത്തറിയാൻ വയ്യ. അങ്ങനെ ഇരിക്കുന്ന ആൾ ഭരിക്കരുത്. ഇപ്പം പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്താണ്, ലെഫ്റ്റനന്റ് ഗവർണറിൻ്റെ അടുത്ത് പോയേക്കാണ്. അപ്പം പൂച്ച വെളിയിൽ ചാടി സഞ്ചിന്ന്. കാരണം എന്താ അതിനകത്ത് പറഞ്ഞേക്കുന്നത്, അതേ അയാൾ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ പാടില്ല, പിരിച്ചുവിടണമെന്ന്. എന്തോ പവറാണ് പിരിച്ചുവിടാൻ? ഇവിടെ നീതിന്യായ കോടതികളുണ്ട്. 356 വകുപ്പ് ഈ നടപ്പാക്കി കഴിഞ്ഞാൽ, കാരണം ഒരു മന്ത്രിസഭയെ, ഒരു നിയമാനുസരണം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ നിയമസഭയെ, അതിനെ പിരിച്ചുവിടാനുള്ള പരിപാടിയാണ് ഈ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്ക് അവിടെ ഇല്ല ഒന്നും. അപ്പോൾ അത് പിടിച്ചെടുക്കാനും കൂടെ വേണ്ടിയുള്ള ഒരു ഇടപാടാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഇയാളെ കൺവീനിയൻ്റ് ആയിട്ട് അകത്തിട്ട് കഴിഞ്ഞാൽ അത് നേരെ മറിച്ച് അയാളെ പിരിച്ചുവിടാനുള്ള ഒരുക്കമാണ്. പക്ഷെ അങ്ങനെ പിരിച്ചുവിടാനുള്ള കാരണങ്ങളില്ല. അവിടുത്തെ ഭരണത്തിന് എന്തെങ്കിലും വൈകല്യം വേണം. അവിടെ എന്താ ഭരണ വൈകല്യമുള്ളത്? സെൻട്രൽ ഗവൺമെൻറ്, അതായത് യൂണിയൻ ഗവൺമെൻറ് അവിടെ കൈകടത്തി ഓരോന്ന് ചെയ്യുക. അവിടുത്തെ ഫോഴ്സിൻ്റെ ഇത് കൊടുത്തിട്ടില്ല, ലോ ആൻഡ് ഓർഡർ ഇവർക്കില്ല കേട്ടോ. അതെല്ലാം യൂണിയൻ ഗവൺമെൻറ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അവിടെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല അവിടെ പ്രശ്നം. പണ്ട് മദ്യനയത്തിൻ്റെ പോളിസി മാറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് മാറ്റാം. അതിനകത്ത് അഴിമതി ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പോലും ഒക്കത്തില്ല. ഉണ്ടാകാം എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ തെളിവ് വേണം എന്തെങ്കിലും. ഇവരുടെ കയ്യിൽ ഏതാണ്ടങ്ങ് ഇരിക്കുകയാണെന്നല്ലേ പറയുന്നത്. അങ്ങനെ അതൊക്കെ നേരത്തെ പിടിച്ചിടാമല്ലോ. ഇതിൽ വലിയ ആരോപണങ്ങളല്ലേ ഇവിടെ നമ്മുടെ കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കുമെതിരെ ഉണ്ടായത്? അവിടെ ED അന്വേഷണമൊക്കെ വന്നല്ലോ. SFIയുടെ അന്വേഷണമാണ് ഇപ്പോൾ നടന്നേക്കുന്നത്. അത് അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇനി എന്ന് അദ്ദേഹത്തിനെ പിടിച്ചകത്തിടാൻ പോവും. ഇത് ഓരോ സ്റ്റേറ്റ് ഇവരുടെ കയ്യിലല്ലാത്തതെല്ലാം ആളുകളെ പിടിച്ചകത്തിടുന്നതല്ലേ. പക്ഷേ അതിൻ്റെ സാധ്യത ഇവിടെ കുറവാണ്. കാരണം അതിനുള്ള ബുദ്ധിയൊക്കെ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അന്വേഷണം നടക്കത്തേ ഉള്ളൂ. ഇങ്ങനെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കും. ഏതായാലും അങ്ങനെ ആയിക്കോട്ടെ. ഏതായാലും അദ്ദേഹത്തിനെങ്കിലും പിടിച്ചകത്തിടാതിരിക്കട്ടെ എന്ന് ഞാൻ ഒരു എനിക്ക് അങ്ങനെയുള്ള ഒരാഗ്രഹമാണ് ഉള്ളത് ഇതിനകത്ത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ സംഭവിച്ചേക്കുന്നതെന്ന് പറയുന്നത് മനഃപൂർവ്വമായിട്ടുള്ള വ്യക്തിഹത്യയും അതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള ആയുധം ആയിട്ട് പ്രയോഗിക്കാൻ ED ഉപയോഗിക്കുക. EDയിലെ കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരെയൊക്കെ ആ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇവരുടെ കയ്യിലെ കളിപ്പാവകളാണ് അവർ. ആരുടെ കയ്യിൽ നിന്ന് പണം പിടിച്ചു പറിക്കണോ അവർ ഗുണ്ടാ പിരിവ് നടത്തുകയല്ലേ. അതല്ലേ ഇലക്ട്രൽ ബോണ്ട് വഴി നടത്തിയേക്കുന്നത്, ED ഉപയോഗിച്ച് ചെയ്തേക്കുന്നതാണ് ഇത് കൂടുതലും. അത് വെളി വരും, ജനങ്ങൾ മനസ്സിലാക്കിയാൽ ഇനി അഴിമതിയെക്കുറിച്ച് അങ്ങോട്ട് പ്രസംഗിക്കാൻ വലിയ പാടാണ്. എന്തു അഴിമതി? അതാണ് പ്രശ്നം. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. 2021-22 മദ്യനയത്തിലുള്ള വ്യത്യാസം. മദ്യനയത്തിൽ എന്താണിതെന്ന് ജനങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. മദ്യനയത്തിൽ അവിടെ ഒരു പോളിസി വ്യത്യാസം കൊണ്ടുവന്നു. അത് അഴിമതി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് ഏത് ഗവൺമെൻറ് ആയാലും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ചിലപ്പോൾ വന്നേക്കും ഇങ്ങനെ വരുമ്പോൾ. കാരണം ഈ പൊതുവിപണിയിൽ, അതായത് ഗവൺമെൻറ്റിൻ്റെ
മുഖേനയല്ല, ഗവൺമെൻറ് മുഖേനയല്ലാതെ മദ്യവിതരണം ഡൽഹിയിലുള്ളതെല്ലാം പ്രൈവറ്റൈസ് ചെയ്തു. അപ്പോൾ അത് പ്രൈവറ്റൈസ് ചെയ്യണമെങ്കിൽ ഇത് എന്തായാലും നഷ്ടമുള്ള ഒരു ബിസിനസ് അല്ല ഈ മദ്യ വിതരണം എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ബിവറേജസ് കോർപ്പറേഷൻ കൊണ്ടാണ് ഗവൺമെൻറ് പോലും നിത്യനിദാന ചെലവുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാർ ശമ്പളം വാങ്ങിക്കുന്നതും അതേപോലെ തന്നെ അവർ ആഹാരം കഴിക്കുന്നതും പിന്നെ യാത്ര നടത്തുന്നതും ഒക്കെ കൂടുതലും ഉള്ള പണം എന്ന് പറയുന്നത് ഈ വലിയ മഹാന്മാരായ കുടിയന്മാർ, അവരുടെ മുമ്പിൽ നമിക്കേണ്ടതാണ് ഇവർ. അവരാണ് ഈ കുടിയന്മാർ തന്നെ ഉള്ള അവരുടെ കയ്യിൽ നിന്നുള്ള പണം കൊണ്ടാണ് ഈ കഴിയുന്നത്. അത് ബിവറേജസ് കോർപ്പറേഷൻ ഗവൺമെൻറ്റിൻ്റെ വഴിയേ ഉള്ളൂ. ഇവിടെ മറ്റിടത്ത് എന്താണ് കൊടുത്തേക്കുന്നത്? അവിടെ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുവിപണിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അത് മാറ്റിയിട്ട് അത് പരസ്യമായിട്ട് ബാക്കിയുള്ള പ്രൈവറ്റൈസ് ചെയ്ത് സ്വകാര്യ സ്ഥാപനങ്ങൾക്കായിട്ട് കൊടുത്തു. ആ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിനകത്ത് അഴിമതി നടത്താൻ വലിയ സാധ്യതയുള്ളതാണ്. കാരണം ഇത് വാങ്ങിയെടുക്കണം, ഈ പോളിസി മുഴുവനായിട്ട് മാറ്റുകയാണ്. ചിലപ്പോൾ അതിലുണ്ടായി കാണാം അഴിമതി, ഇല്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഈ സമയം നോക്കി ഇത് കൊണ്ടുവന്ന് ED ഇങ്ങോട്ട് രംഗത്തിറക്കി അത് ഈ മണി ലോണ്ടറിങ് നടത്തി എന്നുള്ള രീതിയിൽ. മണി ലോണ്ടറിങ് ആണ് പറഞ്ഞേക്കുന്നത്, വേറൊന്നുമല്ല. അല്ലാതെ ഈ അതിൻ്റെ പോളിസി മാറ്റിയതെന്നല്ല. മണി ലോണ്ടറിങ് വളരെ ബുദ്ധിമുട്ടാണ് അത് പ്രൂവ് ചെയ്യാൻ. മണി ലോണ്ടറിങ് അതിൽ ബാക്കി പണം അടിച്ചാൽ അഴിമതി എന്ന് നമുക്ക് പറയാവുന്നതാണ്. അതുകൊണ്ട് ഈ അഴിമതി കേസുകൾ അന്വേഷിക്കുന്നതല്ല EDയുടെ ജോലി. EDക്ക് അഴിമതിയൊന്നും അന്വേഷിക്കാൻ ഒക്കത്തില്ല. അഴിമതി ഉണ്ടെങ്കിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് CBIക്ക് അന്വേഷിക്കാം ഈ കേസ്. അതല്ല ചെയ്തേക്കുന്നത്. ഇത് EDയാണ്. EDക്ക് ലിമിറ്റഡ് സ്കോപ്പാണുള്ളത്, മണി ലോണ്ടറിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മണി ലോണ്ടറിങ് ആക്കി മാറ്റി അതിനകത്ത് കുരുക്കി ഒക്കെ എടുക്കണം. വലിയ ബന്ധപ്പാടുള്ള ഒരു കാര്യമാണ്. നോക്കുമ്പോൾ ഒന്നും കിട്ടാൻ പോകുന്നില്ല, തെളിവൊന്നും എളുപ്പമുള്ള കാര്യമല്ല മണി ലോണ്ടറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അഴിമതിയെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നെങ്കിൽ ഈ തെളിവ് കിട്ടുമായിരുന്നു. PC ആക്ടിൻ്റെ സെക്ഷൻ 13 പരിധിയിൽ വരുന്ന ഒഫൻസുകൾ ഇതിലുണ്ട് എന്ന് പറയാമായിരുന്നു. പക്ഷേ അതല്ല പറഞ്ഞേക്കുന്നത്. EDയുടെ PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചുള്ള നടപടിയായി വരുന്നത്. അങ്ങനെ വന്നു, അറസ്റ്റ് ചെയ്യുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആളെയാണ്, നേതാവിനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയാണ്, ജനങ്ങളുടെ മാൻഡേറ്റുള്ള ആളാണ് അയാൾ. ഇവരൊക്കെ ഒരുപാട് നോക്കിയല്ലോ അയാളെ തകർക്കാൻ. എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഒന്നുമില്ലല്ലോ. ഇയാളുടെ പരിസരത്തെങ്കിലും ചെല്ലാൻ ഇവരെ കൊണ്ടൊക്കത്തില്ല. ആ രീതിയിൽ ജനങ്ങളുടെ സപ്പോർട്ടായിക്കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നോക്കിയപ്പോൾ ഇനി എന്താണ്, അയാളെ അറസ്റ്റ് ചെയ്യൂ.